ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ DV ഡ്രസ്സ് ചെയ്യുമ്പോൾ പിന്നെ സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ച് എളുപ്പമാവും, ചെയ്യലുണ്ടാവും. ഇത് മാസ്റ്റർ ആട്ടോ, ഈ എല്ലാ റൂമുകളിൽ നിന്നും ആളിനൊക്കെ വന്ന മാസ്റ്ററാണ്. പിന്നെ ഇത് നമ്മളെ മെയിൻ ഫേസ് ന്യൂട്രും. ഇങ്ങനെ ഓരോ സർക്യൂട്ടുകളും നമ്മൾ എടുത്തിട്ട്, പിന്നെ ഇത് ന്യൂട്രാണ്, അതുപോലെ എർത്ത്, എല്ലായിടത്തും വന്ന എർത്തുകളാണ്. നമ്മളിങ്ങനെ ഓരോ സർക്യൂട്ട് എടുത്തിട്ട് അതിന്മേൽ ഇതിപ്പോൾ മോട്ടറിൻ്റെതാണ്, മോട്ടർ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊളുത്തിട്ടാൽ മതി. പോർച്ച്, അതുപോലെ പിന്നെ റൂം ഒന്ന്, സിറ്റ് ഔട്ട്, ഹാളിൽ നിന്ന് വന്ന സർക്യൂട്ടുകളാണത്. അതുപോലെ TV എന്ന് വന്ന സർക്യൂട്ട്, റൂമിൽ നിന്ന് വന്ന സർക്യൂട്ട്, റൂം 2 എന്ന് വന്ന സർക്യൂട്ട്, AC എന്ന് വന്നത്, സ്റ്റെയർ കേസിൻ്റെത്. നമ്മൾ അടിച്ചിട്ടുള്ളത് 1.5 കിച്ചണിൽ മാത്രമേ നമ്മൾ 2.5 അടിക്കാറുള്ളൂ. ബാക്കിയൊക്കെ റൂമുകളൊക്കെ 1.5 തന്നെയാണ് നമ്മൾ സർക്യൂട്ട് അടിക്കാറ്. അതുപോലെ MCB കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ വേറെ പുതിയൊരു വീഡിയോയിലുണ്ടാവും. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്താൽ മതി, എന്നാൽ കുറേയൊക്കെ നമുക്ക് എളുപ്പമാവും. അതുപോലെ സ്വിച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ പിന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമ്മൾ വാഷ് ബേസും അതിൻ്റെ മിറർ പോയിൻ്റുമാണ്. സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരുന്നു. ലിവിങ്ങിലെ സ്വിച്ച് ബോർഡാണ്, അത് TV. ഇത് ഹാളിലത്, ഇത് കിച്ചണിൽ കയറാൻ പറ്റില്ല. സ്വിച്ച് ബോർഡുകളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് TV ഡ്രസ്സിങ് തന്നെയേ ഉള്ളൂ ബാക്കി. നമ്മളുടനെ അതിൻ്റെ വീഡിയോ ഉണ്ടാവും, TV ഡ്രസ്സിങ് കാര്യങ്ങളും. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.